ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാങ്ങാച്ചാറാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇൻസ്റ്റൻ്റ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കിത് അപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അച്ചാർ നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ അത് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് വെള്ളവും ചേർക്കുന്നുണ്ട്. ഈ അച്ചാറിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം ദിവസം ഇരിക്കത്തില്ല കേട്ടോ. നമ്മൾ ഒരാഴ്ചയൊക്കെ വരെ പുറത്തിരിക്കത്തുള്ളൂ. ഇനി കുറച്ച് ദിവസം കൂടെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ചയും കൂടി ഇരിക്കും. അപ്പോൾ ചീത്തയാവാണ്ട് കിട്ടും കേട്ടോ. എൻ്റെ അച്ചാർ കൂടുതൽ സദ്യക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാവുന്ന രീതിയിലുള്ളൊരു അച്ചാറല്ലേ, അതുകൊണ്ടാട്ടോ. ഇതിൻ്റെ അകത്ത് കുറച്ച് താമസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് അരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ വെക്കും. ആ ഒരു താമസമേ ഉള്ളൂ. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കുന്നത്. ചുമ്മാതാണെങ്കിലും തിന്നാൻ നല്ലതാണ്. പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ. ഫ്രണ്ട്സ്, എൻ്റെ പേര് രജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ഞാനൊരു 5 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/2 കിലോയോളം ഉണ്ട്. ഇനി ഇത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും തൊലി കട്ടിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി ചെത്തി കളയണം കേട്ടോ. ഈ മാങ്ങയുടെ തൊലിക്ക് കട്ടിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ മാങ്ങയുടെ പുറം കണ്ടോ ഇങ്ങനെ കറുത്തിരിക്കുന്നത്. ഇത് മഴയൊക്കെ പെയ്യുമ്പോഴാട്ടോ ഇതുപോലെ ഇങ്ങനെ ആകുന്നത്. അപ്പോൾ നമ്മുടെ പറമ്പിലുണ്ടായ മാങ്ങയാണ്. അപ്പോൾ ഇത് കാണാനൊരു പുറം കാണാനൊരു ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തൊലി ചെത്തി കളയുക. ഇങ്ങനെ ചെത്തിക്കളയാം. ഒരുപാട് അങ്ങോട്ട് ചേർത്ത് കളയേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കാണാനൊരു ഭംഗിയില്ലാത്തതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ കളയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ മാങ്ങയുടെ തൊലി കളയേണ്ട ആവശ്യമില്ല. ഇത് കനം കുറഞ്ഞൊരു തൊലിയാണ് ഇതിൻ്റെ. നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും തൊലി കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ കളഞ്ഞു വെച്ചാൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വലുതായിട്ടോ ചെറുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും മുറിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുറിക്കുന്നത് നല്ല പൊടിയായിട്ടാണ്. അപ്പോൾ ആദ്യമേ ഇതങ്ങോട്ട് ഇങ്ങനെ ചീന്തിയെടുക്കാം. ഇനി ഇത് നല്ല ചെറുതായിട്ടാട്ടോ ഞാൻ അരിയണത്. അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ അരിയണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വലുതായിട്ടാണ് അരിയാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ അരിഞ്ഞാലും മതി കേട്ടോ. ഞാൻ ഈ ഒരു വലുപ്പത്തിലാട്ടോ അരിഞ്ഞെടുക്കുന്നത്. ഇതുപോലെ ഇത് എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർക്കുന്നത് കല്ലുപ്പാണ്. ഇനി അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഈ ഉപ്പിൻ്റെ അകത്ത് കിടന്നിട്ട് ഈ മാങ്ങ നല്ല സോഫ്റ്റ് ആവണം. ഇനി ഇതൊരു 8 മണിക്കൂർ നേരത്തേക്ക് ഇതുപോലെ അടച്ചു വെക്കാം കേട്ടോ. നമുക്കിത് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടും ഉണ്ടാവും. ഇന്നലെ നമ്മൾ മാങ്ങ ഉപ്പെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങയിൽ ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട്. ഇതിപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ഉണ്ട വെളുത്തുള്ളി, അത് 20 എണ്ണം ഉണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുപാട് കിടക്കുന്ന ഇഷ്ടമാണ്. അതുകൊണ്ടാട്ടോ ഞാൻ ഇത്രയും ചേർത്തേക്കുന്നത്. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അത്രയും സാധനങ്ങൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ. ഇത് നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടെ മിക്സ് ആയിട്ടുള്ള പൊടി ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ മുളക് പൊടി മൂത്തിട്ടുണ്ട്. മുളക് പൊടി പെട്ടെന്ന് തന്നെ മൂക്കൂട്ടോ. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചേക്കുന്ന
മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എനിക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആയിട്ട് തന്നെയാട്ടോ കിടക്കുന്നത്. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഉലുവ അധികം ആകരുത് കേട്ടോ, എന്നുവെച്ചാൽ അച്ചാറിന് ഭയങ്കര കയ്പ്പായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് അച്ചാറിന് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. 1/2 കപ്പ് ചൂടുവെള്ളമാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് തിളയ്ക്കണ്ട കേട്ടോ. ഈ മാങ്ങയ്ക്ക് പുളി കുറവാണ്. പുളി കുറഞ്ഞ മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വിനാഗിരി ഒഴിക്കണം. അപ്പം ഞാനിതിലേക്ക് വിനാഗിരി ഒഴിക്കുവാണ്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അത് മതിയാവും. അതിനുശേഷം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളമൊക്കെ ചേർക്കുന്നുണ്ട്. അച്ചാറിൽ കായം കിടക്കുന്ന എപ്പോഴും നല്ലതാട്ടോ. അപ്പോൾ നമ്മൾ വയറിന് അസുഖമൊക്കെ ഉണ്ടെങ്കിൽ കായം ഒത്തിരി നല്ല സാധനമാണ്. അതായത് വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ. കായം ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു സെർവിങ് ബോട്ടിലേക്ക് മാറ്റാം. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് തന്നെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ടല്ലോ. ഈ അച്ചാറിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം ദിവസം ഇത് ഇരിക്കത്തൊന്നുമില്ല. നമ്മൾ വെള്ളവും വെളിച്ചെണ്ണയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ ഇതെല്ലാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.